ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ഒരു കൊച്ചു സന്തോഷം ഞാൻ നിങ്ങളുമായി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന സന്തോഷമായിരിക്കും. എനിക്ക് കുറേ നാളായിട്ട് ഇന്നാണ് കുറച്ച് പ്ലാന്റ്സ് സെയിലിനുള്ള ഓർഡർ കിട്ടിയത്. അത് നല്ല വിലയുള്ള കലാത്തിയ പ്ലാന്റ്സൊക്കെ ഞാൻ കുറഞ്ഞ വിലയിൽ കൊടുത്തു. കുറേ പ്രാവശ്യമായി വീഡിയോ ഇടുന്നു, ഇതുവരെയും ആരും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു സെയിൽ വന്നപ്പോൾ ഇത് നല്ല ഫുൾ വീഡിയോയിൽ ഫുള്ളായി പ്ലാന്റ്സിന് ഓർഡർ വന്നപ്പോൾ നല്ലൊരു സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോയിലൊന്നും വാങ്ങിച്ചവർക്കും എല്ലാവർക്കും സന്തോഷം, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ സന്തോഷം ഒന്ന് അറിയിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ് ചെയ്ത് തന്നെ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നത് അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അതും നമ്മുടെ ഇൻഡോർ പ്ലാന്റ്, ഔട്ട്ഡോർ പ്ലാന്റ്, ചെടികളിൽ നിന്നും പിന്നെ ഫലവൃക്ഷങ്ങളിൽ നിന്നും ഒക്കെ കിട്ടുന്നത് സാധാരണമാണ്. പക്ഷേ ചെടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതിൽ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരല്ലേ ഉണ്ടാവും. ആ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ കണ്ട് അതിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങി എനിക്കൊരു വരുമാനം, അതിൽ നിന്ന് പുതിയ ചെടികൾ വാങ്ങാനുള്ളൊരു പ്രചോദനവും ഉണ്ടാകുകയെന്ന് വിചാരിച്ചാൽ അതിൽ കൂടുതൽ സന്തോഷം എന്താ ഉള്ളത്. പ്ലാന്റ്സിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് സന്തോഷമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിന് 2-3 ബേബി പ്ലാന്റ്സ് വന്നു. 2 ഞാൻ സെയിൽ ചെയ്ത്. ഇനിയിപ്പോൾ 2 പ്ലാന്റ്സേ ബാക്കിയുള്ളൂ. 2 പ്ലാന്റ്സ്, ഒന്ന് എനിക്കും എൻ്റെ കളക്ഷനിലുള്ളത്, പിന്നെ ഇനി ഒന്ന് സെയിലിനുള്ളത്. അങ്ങനെ ഇപ്പോൾ അതൊരു പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ കുറച്ച് ഫുൾ പോട്ടായും സിംഗിൾ പ്ലാന്റായും ഒക്കെ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അതൊരു സന്തോഷം. അതിൽപ്പോൾ സന്തോഷം എന്താണുള്ളത്? നമ്മുടെ കൊച്ചു ഗാർഡനിൽ ഉണ്ടാകുന്ന അത് നമുക്കൊരു ബേബി പ്ലാന്റ്സ് തന്നു, അത് സെയിൽ ചെയ്യുമ്പോൾ ഫുൾ പോട്ടായി. ഇപ്പോൾ മഴയായത് കൊണ്ട് തന്നെ കുറേ അധികം പ്ലാന്റ്സ് ഫുൾ പോട്ടായി എനിക്ക് സെയിൽ ചെയ്യാനുണ്ട്. പിന്നെ മണി പ്ലാന്റ്സൊക്കെ നല്ലോണം വളർന്ന് വലുതായി വന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ഓർഡർ കിട്ടിയാൽ അതും പോയാലും വല്ലാത്തൊരു സന്തോഷമാകും. പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇല്ലാതെ പ്ലാന്റ്സൊക്കെ വെറുതെ ഡെഡായി പോകുന്നില്ല, വെറുതെ കട്ട് ചെയ്ത് കളയാനാവും. ഈ പോട്ടൊക്കെ എനിക്ക് ഫിനിഷാക്കി തന്നു കഴിഞ്ഞ വീഡിയോയിലുള്ള ഓർഡറിൽ. അപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് എനിക്ക്. നമ്മളെ ഈ കൊച്ചു ഗാർഡനിൽ നിന്ന് ഇത്തിരി വരുമാനം നമുക്ക് കിട്ടി പുതിയ പ്ലാന്റ്സ് വാങ്ങാമെന്നുള്ള കഴിവ് കിട്ടുകയെന്ന് വെച്ചാൽ അതിൽ കിട്ടുന്ന സന്തോഷം എന്താ ഉള്ളത് നമുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും, എന്നെ പ്ലാന്റ്സ് വാങ്ങിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എല്ലാവരോടും എനിക്ക് വളരെ സന്തോഷമേ പറയാനുള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് ഏതെങ്കിലും ആർക്കും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്ത് അയക്കുന്നത്. DTDC സ്പീഡ് പോസ്റ്റായിട്ട് അയക്കുന്നുണ്ട്. ആർക്കും വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സെയിലിനുള്ള പ്ലാന്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കലാത്തിയ പ്ലാന്റ്സൊക്കെ എല്ലാവരും 100 രൂപക്കൊക്കെ കൊടുക്കുന്ന പ്ലാന്റ്സ് ഞാൻ വെറും 40-50 രൂപക്കാണ് കൊടുത്തത്. എന്നാലും സാരമില്ല, കുറച്ച് ഗാർഡനിലെ കുറച്ച് പ്ലാന്റ്സും കുറയും. ഈ മഴയ്ക്ക് വെക്കാനും സ്ഥലമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന അതൊരു നല്ല തുച്ഛമായൊരു വരുമാനം സന്തോഷം തന്നെയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ, ചെടി വിശേഷം ഇത്ര തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ് ചെയ്ത് തന്നെ കാണണമെന്ന് വളരെ താഴ്മയിൽ പറയുകയാണ്. എല്ലാവരും സബ് ചെയ്ത് കാണാൻ തന്നെ ശ്രമിക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് ഓർഡർ വന്ന് ഞാൻ പാക്ക് ചെയ്തേക്കുന്നതും ഒക്കെ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊരു ചെറിയ വരുമാന മാർഗമായി നമുക്കും എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാം. പക്ഷെ നല്ല കഷ്ടപ്പാടുണ്ട്. നമ്മുടെ മക്കളെ നോക്കുന്ന പോലെ നമ്മുടെ ചെടികളെ വേനൽക്കാലത്തും മഴക്കാലത്തും നമുക്ക് നോക്കണം. മഴക്കാലത്താണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ പ്രാണികളും ചേരൻ്റെ അതുപോലെയുള്ള അച്ചിൽ അങ്ങനെ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്, അതിനൊക്കെ മറികടന്നാണ് നമ്മൾ ഈ പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നത്. വീട്ടിലുള്ളവർ പറയും പ്ലാന്റ്സ് ഇതെന്തിനാ കാട് പുല്ല് എന്നൊക്കെ വലിച്ചെറിയുന്നൊക്കെ. പക്ഷേ നമ്മളെപ്പോലെയുള്ള പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നവർക്ക് അവരങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് അവരോട് ദേഷ്യം വരും. അങ്ങനെയുള്ളവരുണ്ടായിരിക്കും, ഞാൻ മാത്രമായിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ
ചെടികൾ സെയിൽ ചെയ്യുന്ന ഇപ്പോൾ എത്രയോ ചാനലുകളുണ്ട്. നമ്മുടെ ഇത് ഒരു ചെറിയ കൊച്ചു ചാനലാണ്. ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പാണെങ്കിൽ എൻ്റെ വീഡിയോ കുറേ അധികം റീച്ച് ആവുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നുള്ളത്. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയുള്ളൂ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.